നമസ്തേ. ഗുരുവിൻ്റെ ഉത്തമമായ ലക്ഷണങ്ങൾ പറഞ്ഞ് വരികയായിരുന്നു നമ്മൾ. ശ്രോത്രിയനായിരിക്കണം, അബ്രജിന്നനായിരിക്കണം, അകാമഹതനായിരിക്കണം, ബ്രഹ്മവിത്തമനായിരിക്കണം. ബ്രഹ്മവിത്തമൻ എന്നുള്ള വാക്ക് പറഞ്ഞു വന്നപ്പോഴാണ് ബ്രഹ്മവിദ്വരനും വര്യനും വരിഷ്ഠനും ഒക്കെ കടന്നു വന്നത്. ഈ ശ്ലോകത്തിൽ ഒന്നാമത്തെ യോഗ്യത പറഞ്ഞത് ശ്രോത്രിയൻ. ശ്രോത്രിയൻ്റെ അർത്ഥം എന്താണെന്ന് ഒന്നുകൂടി വിശദീകരിക്കണമെന്ന് പറഞ്ഞ് ചിലർ എഴുതുകയുണ്ടായി. ശ്രോത്രിയൻ എന്ന് പറഞ്ഞാൽ ശ്രുതിയുടെ അർത്ഥം ഗ്രഹിച്ചവൻ. ശ്രുതി എന്ന് പറഞ്ഞാൽ ഉപനിഷത്ത്, വേദം എന്ന അർത്ഥം. ശ്രുതി എന്ന് പറഞ്ഞാൽ കേൾക്കപ്പെട്ടു വന്നത്. മുൻകാലങ്ങളിൽ ലിപി ഉണ്ടാകുന്നതിന് മുൻപ് ഒരു പക്ഷേ, അല്ലെ ലിപി ഉണ്ടായിക്കഴിഞ്ഞാണെങ്കിൽ പോലും അത് വേണ്ടതുപോലെ എഴുതി സൂക്ഷിക്കാനുള്ള സാങ്കേതിക സൗകര്യങ്ങൾ കുറവുണ്ടായിരുന്ന കാലത്തും, അല്ലെങ്കിൽ ഇതെല്ലാം എഴുതി വെക്കുക അസാധ്യമായിരുന്നതിനാലുമൊക്കെ ഗുരുക്കന്മാർ തങ്ങളുടെ ശിഷ്യന്മാരെ അറിവ് പറഞ്ഞുകൊടുത്ത് പഠിപ്പിക്കും. അത് പറഞ്ഞു കൊടുക്കുകയാണ്, വാമൊഴിയാണ്. അപ്പോൾ അത് ഗുരുനാഥൻ അല്ലെങ്കിൽ അച്ഛൻ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നു, ഗുരുനാഥൻ ശിഷ്യന് പറഞ്ഞു കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ അത് കേട്ട് വരുന്നതാണ്. ഒരു കൊച്ചുകുട്ടി തൻ്റെ ബാല്യാവസ്ഥയിൽ പഠിക്കുന്നതെല്ലാം ശ്രുതിയല്ലേ, അതിനാരും എഴുതി കൊടുത്ത് പഠിപ്പിക്കുന്നതല്ല. പക്ഷേ അത് സ്കൂളിൽ പോകുന്നതിന് മുമ്പ്, അത് കിൻഡർ ഗാർഡനിൽ പോകുന്നതിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചിരിക്കുന്നു. ഒരുപക്ഷേ സ്കൂളിൽ പോയതിന് ശേഷം പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങളും മൂല്യമുള്ള കാര്യങ്ങളും വിലപിടിപ്പുള്ള കാര്യങ്ങളും ഒരുവൻ സ്വായത്തമാക്കുന്നത് തൻ്റെ ബാല്യാവസ്ഥയിലാണ്. അന്നെല്ലാം വാമൊഴിയാണ്. അവൻ ഭാഷ പഠിക്കുന്നത് വാമൊഴിയായിട്ടാണ്, കേട്ടാണ്, ശ്രുതിയാണ് അതൊക്കെ. അപ്പോൾ ശ്രുതി എന്ന് പറഞ്ഞാൽ അച്ഛൻ മകന് പറഞ്ഞു കൊടുത്തതാവാം, ഗുരുക്കന്മാർ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ, അങ്ങനെ ശ്രുതികൾ. ശ്രുതി എന്ന് പറഞ്ഞാൽ ചെവി എന്നൊരു അർത്ഥമുണ്ടല്ലോ, ചെവിയിൽ കേട്ട് വന്നത്, അങ്ങനെ കേട്ട് പരിചയമായത്. അപ്പോൾ അച്ഛനിൽ നിന്ന് മക്കള് അല്ലെങ്കിൽ ഗുരുക്കന്മാരിൽ നിന്ന് ശിഷ്യന്മാർ വേണ്ടതുപോലെ വേദതത്വങ്ങൾ കേൾക്കുകയും അറിയുകയും ചെയ്തവനാണ് ശ്രോത്രിയൻ. ശ്രുതി, വേദം, ഉപനിഷത്ത് വേണ്ടതുപോലെ ഗ്രഹിച്ചവനെന്ന് അർത്ഥം. അപ്പോൾ ശ്രോത്രിയനായിരിക്കണം ഗുരു. യഥാർത്ഥ വേദ ഉപനിഷത്ത് തത്വങ്ങൾ, ആത്മതത്വം പഠിച്ചവനെ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. എണീറ്റ് നിൽക്കാൻ സാധിക്കാത്തവനെ എങ്ങനെയാണ് വേറൊരുവനെ സഹായിച്ചു കൊണ്ടുപോകുന്നത്, അല്ലെ നടത്തിക്കൊണ്ട് പോകുന്നത്? അപ്പോൾ തീർച്ചയായിട്ടും ഒരുവൻ ശ്രോത്രിയനായിരിക്കണം. വിശേഷിച്ച് അധ്യാത്മവിദ്യയുടെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യോഗ്യതയാണ് ഈ ശ്രോത്രിയൻ എന്നുള്ളത്. അവൻ ശ്രുതി കേട്ടവനായിരിക്കണം, കേൾക്കേണ്ടതുപോലെ കേട്ടവൻ. ഇത് ആത്മോപദേശം നമ്മൾ കേൾക്കുന്നു. അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തന്നുരുവിലുമൊത്തു പുറത്ത് ഉജ്ജ്വലിക്കും കരുന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചൊല്ലി 100 പദ്യങ്ങളും കാണാതെ അറിയാവുന്നയാൾ കുറച്ച് പേരെങ്കിലും ഒക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ തത്വം എന്താണെന്ന് ചോദിച്ചാൽ അറിയാൻ വയ്യ. അവരെ ആത്മോപദേശം പഠിച്ചവരെന്ന് പറയാനൊക്കത്തില്ല, കേട്ടവരെന്നും പറയാനൊക്കത്തില്ല. അവർ ഇങ്ങനെ തത്വം പറയുന്നത് പോലെ പറയുന്നുണ്ട്. ചില മത്സരങ്ങൾക്ക് വേണ്ടി പഠിക്കുന്നവരെ കാണും. ആത്മോപദേശത്തിൻ്റെ 100 ശ്ലോകങ്ങൾ മത്സരത്തിന് വേണ്ടി പഠിക്കുന്നവർ, അവരതങ്ങനെ ചാൻഡ് ചെയ്ത് അങ്ങനെ വൈകാട്ടാക്കുക. അല്ലാതെ അവർക്ക് അതിൻ്റെ ഒരു ശ്ലോകത്തിൻ്റെ പോലും താല്പര്യം, അല്ലെ ആത്മോപദേശത്തിൻ്റെ താല്പര്യം അറിയണമെന്നില്ല. അങ്ങനെ കേവലമായി കേട്ടാൽ പോരാ, അത് കേൾക്കേണ്ടതുപോലെ കേട്ട് അത് ആത്മതത്വം ഗ്രഹിച്ചവനാണ് ശ്രോത്രിയൻ. പിന്നീട് നമ്മൾ പറഞ്ഞു വന്ന ബ്രഹ്മവിത്തമനാണ്. അത് കഴിഞ്ഞാൽ പറയുന്ന ബ്രഹ്മണ്യുപരത, ബ്രഹ്മത്തിൽ ഉപരമിച്ചവനായിരിക്കണം. ബ്രഹ്മത്തിൽ, ഈശ്വരനിൽ, ആത്മാവിൽ രമിക്കുന്നവൻ, രമണനായിരിക്കണം അയാൾ. എവിടെ രമിക്കണം? ആത്മാനന്ദത്തിൽ
രമിക്കുന്നവൻ, ആത്മാരാമൻ. ബ്രഹ്മണി ഉപരത, ബ്രഹ്മത്തില് ഉപരമിച്ചവൻ, ബ്രഹ്മത്തില് രമിക്കുന്നവൻ, അതിനകത്ത് താത്പര്യമുള്ളവൻ, അതിനോട് ചേരുവാൻ ഇഷ്ടമുള്ളവൻ. അങ്ങനെ ബ്രഹ്മണ്യ ഉപരത, ബ്രഹ്മത്തിലെ രമിച്ചവൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തോട് ചേർന്നവൻ. അവൻ ശ്രോത്രിയനായപ്പോൾ എന്ത് സംഭവിച്ചു? ശ്രോത്രിയനായപ്പോൾ തന്നെ അവൻ ശ്രുതി വേണ്ടതുപോലെ കേൾക്കേണ്ടതുപോലെ കേട്ടതുകൊണ്ട് താൻ ആത്മാവാണ്, ശരീരമല്ല, നാം ശരീരമല്ല, അറിവാകുന്നു എന്നുള്ള തത്വബോധത്തിലെത്തിയവനാണ്. അങ്ങനെ എത്തിയത് കാരണം അവൻ എപ്പോഴും ബ്രഹ്മത്തിൽ തന്നെ രമിക്കുന്നവനായിരിക്കും, അവൻ വിഷയരമണനായിരിക്കില്ല. അങ്ങനെ ആത്മാരാമനായിരിക്കണം ഇവിടുത്തെ ഗുരു. ബ്രഹ്മണി, ബ്രഹ്മത്തിൽ, ഉപരത, ഉപരമിക്കുന്നവൻ, താത്പര്യമുള്ളവൻ. അങ്ങനെ ബ്രഹ്മണ്യ ഉപരതനായാലോ അവന് സ്വാഭാവികമായിട്ട് ശാന്തി ഉണ്ടാവും. ശാന്ത, ബ്രഹ്മണ്യ ഉപരത ശാന്തോ, അയാൾ ശാന്തി അനുഭവിക്കുന്നവനായി. നമ്മൾ ബ്രഹ്മത്തോട് ചേരുമ്പോഴാണ് എന്നും ശാന്തി കിട്ടുന്നത്. സാധാരണ ജീവിതത്തിൽ പോലും നമുക്ക് ശാന്തി കിട്ടണമെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ബ്രഹ്മതത്വത്തോട്, ആത്മതത്വത്തോട്, ഈശ്വരതത്വത്തോട് ചേരുമ്പോഴാണ് ആ ശാന്തി ഉണ്ടാകുന്നത്. അറിയുന്നില്ലെന്ന് മാത്രം. നമുക്ക് നല്ല സുഖം തോന്നുന്ന ഏതെങ്കിലും കാര്യം നടക്കുന്നു. ഒരു സിനിമ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു സീരിയൽ കാണുമ്പോൾ നമ്മളതിനെ അല്പസമയത്ത് സുഖിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? മറ്റു വിഷയങ്ങളെല്ലാം മാറി ആ വിഷയത്തിൽ മാത്രം അല്ലെങ്കിൽ ഒന്നിൽ മാത്രം നിന്നപ്പോഴാണ് അത് സുഖിപ്പിച്ചത്. ഭക്ഷണം എപ്പോഴാണ് സുഖിപ്പിച്ചത്? ഭക്ഷണം സുഖിപ്പിക്കുന്നില്ല. ഭക്ഷണം നമ്മുടെ മനസ്സിലെ സങ്കല്പ വികല്പങ്ങളെയെല്ലാം മാറ്റി ഏകാഗ്രമാക്കി ഒന്നിൽ മാത്രം നിർത്താനുള്ള ശേഷി ഉണ്ടാകുമ്പോൾ ആ ഭക്ഷണം സുഖിപ്പിക്കുന്നു. വിഷയസുഖങ്ങളൊക്കെ അങ്ങനെയാണ്. നമുക്ക് എപ്പോഴെങ്കിലും സുഖം കിട്ടുന്നെങ്കിൽ അത് തൻ്റെ ഉള്ളിലുള്ള ആത്മാവിനോട് ചേരുമ്പോൾ മാത്രമാണ്. ഏറ്റവും അധികം സുഖിക്കുന്നത് എപ്പോഴ്? ഉറങ്ങുമ്പോൾ നിരതിശയാനന്ദമാണ്. നമുക്ക് പറഞ്ഞാൽ അറിയിക്കാൻ പറ്റാത്ത വാചാമഗോചരമായ സുഖം അനുഭവിക്കുന്ന വേളയാണ് ഉറക്കം. അവിടെ എന്താ സംഭവിച്ചത്? നമ്മൾ പരിപൂർണമായ ശാന്തിയായിട്ട് തീർന്നു. എന്ന് പറഞ്ഞാൽ ശാന്തി സ്വരൂപമായ എൻ്റെ അവസ്ഥയിലേക്ക് നമ്മൾ തിരിച്ചു ചേരുന്ന, അങ്ങോട്ട് ചെല്ലുന്ന അവസ്ഥയാണ് ഉറക്കം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉറക്കത്തിൽ ഏറ്റവും അധികം ഒരാളെ സുഖിക്കുന്നു, ആനന്ദിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അയാൾ മറ്റു വിഷയങ്ങളെല്ലാം വിട്ട് തൻ്റെ ഉള്ളിലുള്ള ആത്മാവിനോട് ചേരുന്നു എന്ന് താത്പര്യം. അപ്പം ബ്രഹ്മണി ഉപരതമായാൽ, ബ്രഹ്മത്തിൽ ഉപരമണം ഉണ്ടായാൽ അയാൾ സ്വാഭാവികമായ ശാന്തി, അത് സ്വാഭാവികമാണ്. ഉറക്കത്തിൽ നമുക്ക് സ്വാഭാവികമായിട്ട് ഈ ആനന്ദം കിട്ടുന്നു. ഒരു ഋഷിക്ക് അത് ഉണർന്നിരിക്കുമ്പോഴും കിട്ടുന്നു. അതാണ് സാധാരണക്കാരന് ഋഷിയും തമ്മിലുള്ള വ്യത്യാസം. അല്ലെ സാധാരണ മനുഷ്യനും ഗുരുവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സാധാരണ മനുഷ്യന് സ്വാഭാവികമായി ഉറക്കത്തിൽ മാത്രം ആനന്ദം കിട്ടുമ്പോൾ ബോധോദയമുണ്ടായവന്, ബുദ്ധനായവന് എപ്പോഴും ആ ആനന്ദത്തിൽ തന്നെ വർത്തിക്കാൻ സാധിക്കുന്നു. അവൻ്റെ ജ്ഞാനമാകുന്ന ആ ഒരു ജ്ഞാനദാർഢ്യം കൊണ്ട് അവൻ ആത്മാവിൽ എത്തിച്ചേരുന്നു. ജ്ഞാനപിപാസുവായവൻ ആ ദാഹമൊക്കെ തീർത്ത് അവൻ ആത്മാവിൽ ഉപരമിക്കുന്നു. അപ്പോൾ ബ്രഹ്മത്തിൽ ഉപരമിച്ചാൽ അവൻ ശാന്തനായിരിക്കും. ബ്രഹ്മണ്യ ഉപരതനും ശാന്തനുമായിട്ട് തീരുന്നവനായിരിക്കണം ഗുരുനാഥൻ, ഗുരു. അപ്പൊ ബ്രഹ്മണ്യ ഉപരത ശാന്ത, ഇത് നമുക്ക് വെറും വീട്ടിലെ പശുവാണോ എന്ന് നോക്കിക്കോണം. ഇതൊക്കെ വെറുതെ പറഞ്ഞു പോവാൻ പറ്റുന്നതാണോ? അതോ ഇതൊക്കെ പ്രായോഗികമാണോ? നോക്കുക, ഗുരുവിലേക്ക് നോക്കുക. ഗുരു ഇങ്ങനെ ലൗകിക വ്യവഹാരങ്ങളിൽ കൂടി ഇടപെട്ടതായിട്ട് നമുക്ക് തോന്നുമെങ്കിലും എപ്പോഴും ബ്രഹ്മത്തിൽ തന്നെ. മുമ്പേ ഗുരു തന്നെ പറഞ്ഞല്ലോ, ബ്രഹ്മവിത്തും ബ്രഹ്മവിത്ത് വരനും വരിയാനും വരിഷ്ഠനും ഒക്കെ ബ്രഹ്മത്തിൽ തന്നെയാണ് സ്ഥിതി. അപ്പോൾ പിന്നെ ഗുരു എപ്പോഴും എവിടെ തന്നെ വർത്തിച്ചിരുന്നു? ബ്രഹ്മണ്യ ഉപരതനായിരുന്നു ഗുരു. അതുകൊണ്ട് ശാന്തനായിരുന്നു. എന്ത് കോലാഹലമുണ്ടായാലും ഗുരുവിൻ്റെ ശാന്തിയെ ഭഞ്ജിക്കാൻ അത് പ്രാപ്തമായിരുന്നില്ല. ഒത്തിരി വിഷയങ്ങൾ ഗുരുവിൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ടാവണം. അല്ലാതെ ഗുരു ചെന്നാൽ ഉടനെ വിഷയങ്ങളൊക്കെ ഇല്ലാതായിപ്പോയി, പ്രശ്നങ്ങളില്ലാത്ത ഒരു ഭാവരാഗ സമുദ്രത്തിൽ കൂടിയാണ്, സംസാര സമുദ്രത്തിൽ കൂടിയാണ് ഗുരു പോയതെന്നൊന്നും വിചാരിച്ച് കളയരുത്. ഗുരു പറഞ്ഞാലും കേൾക്കുകയില്ലാത്ത ഗുരുദോഷികൾ അന്നും ഇന്ന് വേറെ ഉണ്ടല്ലോ. അവിടെയൊക്കെ ഗുരു സംയമനം പാലിച്ചത് എങ്ങനെ? ശാന്തനായിട്ട് തീർന്നത് എങ്ങനെ? ഇങ്ങനെ ബ്രഹ്മണി ഉപരതനായതുകൊണ്ട്. അങ്ങനെ ബ്രഹ്മത്തിൽ ഉപരമിച്ച് ശാന്തി നേടുവാൻ
നമ്മളെ പഠിപ്പിച്ചു തരികയാണ് ഗുരു. ആ പാഠം നമുക്ക് സ്വാംശീകരിക്കാൻ ശ്രമിക്കാം. നന്ദി.